ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് രൈന്തണ്ട കുടുംബക്ഷേത്രത്തിലാണ്. മണലിൽ കാപ്പിൽ ക്ഷേത്രമാണ് രൈന്തണ്ട കുടുംബക്ഷേത്രം. ഋതുക്കുട്ടി ആദ്യമായിട്ടാണ് പോകുന്നത് കുടുംബക്ഷേത്രത്തിൽ. ഋതുക്കുട്ടിക്കാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഋതുക്കുട്ടി അച്ചായേന്ന് പറഞ്ഞാൽ ഓടിപ്പോകുന്നു. അപ്പുറത്ത് ആമയെന്ന് പറഞ്ഞ് അങ്ങോട്ടും പോകുന്നുണ്ട്. പിന്നെ അവിടുത്തെ വിശേഷം എന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയൊരു ബേസിനകത്ത് കുറച്ച് താമരയൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരിയും പൂവുണ്ടായിരുന്നേ. അതിനകത്ത് നിറച്ച് മൊട്ട് ഇന്നത്തെ വിശേഷങ്ങൾ എന്തുവാ, ഇതൊക്കെ തന്നെ കണ്ടില്ലേ. ഋതുക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്ന ഋതുക്കുട്ടിയും ചേച്ചിയും കൂടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശിവഗിരിയിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്ക് റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഋതുക്കുട്ടിയുടെ മുട്ടായി എടുത്ത് ഋതുക്കുട്ടി കണ്ടു. എനിക്ക് മുട്ടായിക്ക് കിട്ടിയെന്നൊക്കെ ഞങ്ങളെ കാണിപ്പിച്ച് കൊതിപ്പിക്കുകയാണ് കേട്ടോ ഋതുക്കുട്ടി. ഞാനും എന്തെന്നൊക്കെ ചോദിച്ച്, പക്ഷേ ഞങ്ങൾക്ക് തന്നില്ല ഋതുക്കുട്ടി. ഞങ്ങളെ കൊതിപ്പിച്ച് ഋതുക്കുട്ടി ആണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ട്രെയിൻ പോകുന്നതും വെയിറ്റ് നിൽക്കുന്ന കുറേ ആൾക്കാർ അവിടെ വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ട്രെയിനൊക്കെ പോയി യാത്ര തുടർന്നു. ഋതുക്കുട്ടിയുടെ മുട്ടായി തീറ്റിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഋതുക്കുട്ടി ഇങ്ങനെ എപ്പോഴും നമ്മൾ മുട്ടായി ഇങ്ങനെ കൊടുക്കാറില്ല കേട്ടോ. ഞാൻ പിന്നെയും തരാം, അതുകൊണ്ട് പിന്നെയും ചോദിക്കുക. പക്ഷേ ഋതുക്കുട്ടി ആരാ മോള്, നമുക്കങ്ങനെ ഒരിച്ചിരി പോലും തന്നില്ല. കാണിക്കും, പക്ഷേ അവൾ തിരിച്ചത് നമുക്ക് മേടിക്കും. അങ്ങനെ ഞങ്ങൾ ശിവഗിരിയിലെത്തി കേട്ടോ. ശിവഗിരി വിശേഷങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ ശാഖയിൽ നിന്ന് പദയാത്രയൊക്കെ പോകാറുണ്ട് എല്ലാ വർഷവും. ഞാൻ പോയിട്ട് ഇപ്പോൾ 2-3 വർഷമായി. പക്ഷേ എന്തായാലും ഇവിടെ ഒന്നും ഇങ്ങനൊന്നും കാണത്തില്ല കേട്ടോ. ആ സമയത്ത് ഭയങ്കര തിരക്കുള്ളൊരു സമയമാണ്. ആ സമയം ഡിസംബർ മാസത്തിലാണ് കേട്ടോ ഇവിടെ പോകുന്നത്. അങ്ങനെ ഒത്തിരി നാളായതിനു ശേഷം ഇന്നാണ് പോകുന്നത്. ഇത് ആ കൊന്നപ്പൂ കണ്ടില്ലേ, കൊന്നപ്പൂ നമ്മൾ വിഷു സമയമാകുമ്പോഴത്തേക്ക് ഒരു പൂ പോലും കാണത്തില്ല ഇതിൽ. അങ്ങനെ എന്നാലും അവിടെ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ മണ്ണിൽ വേറൊരു സുന്ദരി കുട്ടി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഋതുക്കുട്ടി ചെന്നിട്ട് വാവേ എന്നൊക്കെ കിടന്ന് കുറേ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വാവയാണെങ്കിൽ ഋതു ഇങ്ങോട്ട് വിളിക്കുമ്പോൾ വാവ അങ്ങോട്ട് വിളിക്കുന്നു ഋതുവിനെ. അങ്ങനെ ഋതുക്കുട്ടിയുടെ കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ താഴോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. തറയിലിരുന്നിട്ട് അമ്മയ്ക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് കൊച്ചുമക്കൾ താണ്ട് പൊക്കി എടുക്കണം അച്ചാമ്മ. ഋതുക്കുട്ടിയുടെ അച്ചാമ്മയും മറ്റേ ചേച്ചിയുടെ അമ്മാമ്മയാണ് കേട്ടോ. നാത്തൂൻ്റെ മോളാണത്. അങ്ങനെ ഞങ്ങൾ വേണ്ട അവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ ഇറങ്ങുന്നു. പിന്നെ താഴോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഗുരുദേവൻ ഉപയോഗിച്ചിരുന്ന കസേരകളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് അടുത്ത് പോകുന്നതെന്ന് വെച്ചാൽ ബീച്ചിലാണ്. കാപ്പിൽ ബീച്ചിലോട്ടാണ് പോകുന്നത്. അവിടെ ഞങ്ങളിവിടെ പോയിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കൊക്കെ നല്ല സന്തോഷം. അങ്ങനെ ഇങ്ങനെ രീതിയിലൊന്നും പുറത്തങ്ങനെ പോകാറില്ല ഞങ്ങൾ. അഥവാ പോകുന്നെങ്കിൽ അടുത്ത അമ്പലത്തിൽ എങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കാപ്പിലെ വിശേഷങ്ങളെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ. പണമുള്ളവൻ കണ്ട് പറന്നു പോകുന്നു, പണമില്ലാത്തവൻ താഴെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നു. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഉച്ചയായി, ഞങ്ങളിനി ഫുഡ് കഴിക്കാനായിട്ട് പോവുക. ഞങ്ങൾ ഓർഡർ ചെയ്ത് വെച്ചാൽ കുഴിമന്തിയാണ്. അങ്ങനെ കുഴിമന്തി അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ കുഴിമന്തിയൊക്കെ കഴിച്ച് വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം. അപ്പം നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് തരണം. ഓക്കെ, ബൈ. അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.